അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം നിർമ്മല ഹൃദയം. അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മളെ ഹൃദയശുദ്ധിയോടും നിർമ്മല ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാനും ദൈവസന്നിധിയിൽ ചെല്ലുവാനും സാധിക്കത്തുള്ളൂ. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. ഹൃദയശുദ്ധിയോടെ ജീവിച്ച ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. 1 ശമൂവേൽ 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. നമ്മുടെ വലിപ്പമോ വണ്ണമോ നമ്മുടെ സൗന്ദര്യമോ ഒന്നും ദൈവം നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയും ഹൃദാന്തരങ്ങളെയുമാണ്. ഒരു ദിവസം ദൈവം ശൗലിനോട് പറയാണ്, നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? ഞാനൊരു രാജനെ കണ്ടിരിക്കുന്നു. നീ ഈശായുടെ മക്കളിൽ ഞാനൊരു രാജനെ കണ്ടിട്ടുണ്ട്. നീ തൈലക്കൊമ്പിൽ തൈലവും നിറച്ച് ഒരു പശുക്കിടാവിനെയുമായിട്ട് നീ ആ ദേശത്തേക്ക് പോകുക. അവിടെ ഉടനെ ശൗല് പറയുന്നു, ഞാൻ അവിടെ കാണും പോയത് ശൗൽ അറിയുകയാണെങ്കിൽ എൻ്റെ ഗതി എന്താണ്? ഉടനെ നീ ഒന്നും ഭയപ്പെടണ്ട, നീ യാഗം കഴിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അവനൊരു പശുക്കിടാവിനെയുമായിട്ട് അവിടേക്ക് പോകുകയാണ്. ഞാനിവിടെ യാഗം ശമൂവേൽ വരുന്ന കണ്ടപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം ഭയഭ്രാന്തരാകുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ അവൻ നല്ല ഒരു പ്രവാദിയാണ്, ഭയങ്കര പ്രവാദിയാണ്. അവരെ കണ്ടപ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം ഭയപ്പെടുകയാണ്. എന്താണ് വരവിൻ്റെ ഉദ്ദേശമെന്ന് വിചാരിച്ച് ഉടനെ ശമൂവേൽ പറയുന്നു, ഞാൻ ഇവിടെ ഒരു യാഗം അർപ്പിക്കുവാനായിട്ട് വരികയാണ്. നിങ്ങളെല്ലാവരും ശുദ്ധിയായിട്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കുളിച്ചൊരുങ്ങി നല്ല വൃത്തിയായിട്ട് ശമൂവേലിൻ്റെ അടുക്കലേക്ക് എല്ലാവരും വന്നെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശായുടെ വലിയ മകൻ, അവൻ പട്ടാളക്കാരനാണ്. അവൻ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവനാണ്. അവന് ദൂരമേ നിന്ന് വരുന്ന കണ്ടപ്പോഴേ ശമൂവേൽ പറയാണ്, എന്ത് പറയുന്നു? ഇതാ ദൈവത്തിൻ്റെ അഭിഷിക്തൻ വരുന്നു എന്ന്. ഉടനെ ദൈവം അവനോട് പറയാണ്, ഞാൻ അവനെ തെരഞ്ഞെടുത്തിട്ടില്ല. നീ വലിപ്പവും വണ്ണവും ഒന്നും നോക്കണ്ട. ഞാൻ ഹൃദയങ്ങളെയും ഹൃദാന്തരങ്ങളെയാണ് നോക്കുന്നത്. ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈശായിയുടെ 7 മക്കളും 1 by 1 ആയിട്ട് വന്നു. ആ സമയത്തെല്ലാം തൈലക്കൊമ്പ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഒരു ചലനവുമില്ലാതെ നിൽക്കുകയാണ്. 7 പേരും വന്ന് തീർന്നു. ഉടനെ ഈശായിയോട് ശമൂവേൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് 7 മക്കളെ ഉള്ളൂ? ഉടനെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്, ഇല്ല, ഞങ്ങൾക്കിനി ഒരു മകനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുകയാണെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ വീട്ടിൽ ഭയങ്കര വിരുന്നൊരുക്കുകയാണ്. ശമൂവേൽ വന്നതിൻ്റെ എല്ലാ സന്തോഷത്തിനും ഭയങ്കര വിരുന്നൊരുക്കുവാണ്. അവിടെ വിരുന്നൊരുക്കുന്ന സമയത്ത് സ്വന്തം മകനെ അപ്പനും മറന്നുപോയി, അമ്മയും മറന്നുപോയി, സഹോദരങ്ങളും മറന്നുപോയി, അടുത്ത അയൽക്കാരും മറന്നുപോയി, എല്ലാവരും മറന്നുപോയി. എന്നാൽ അവനെ കൂടെ ഒന്ന് വിളിക്കുന്ന അമ്മ പറഞ്ഞില്ല, അപ്പനും പറഞ്ഞില്ല, സഹോദരങ്ങളും പറഞ്ഞില്ല. അവനെന്നതാ ഒരു ചെറിയ ചെറിയ ആട്ടിടയ ചെറുക്കൻ. അവൻ ആടിനെ മേയ്ക്കാൻ അവിടെ കാട്ടിൽ പോയിരിക്കുന്നു. അവനെ അവർ കണക്കിലെടുത്തിട്ടില്ല. ഉടനെ ശമൂവേൽ പറയാണ്, അവൻ വന്നല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. ഉടനെ ആള് വിട്ട് അവനെ വിളിച്ചു വരുത്തി. ദൂരമേന്നെ ദാവീദ് വരുന്ന കണ്ടപ്പോൾ ശമൂവേലിൻ്റെ കയ്യിലിരുന്ന തൈലക്കൊമ്പ് ഭയങ്കരത്തിൽ ചലിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും മുമ്പിൽ ശമൂവേൽ ഓടിപ്പോയി ദാവീദിൻ്റെ ആ തലയിലേക്ക് തൈലക്കൊമ്പ് ഒഴിച്ചു. അവനെ രാജനായിട്ട് അഭിഷേകം ചെയ്തു. ഞാനൊരു രാജനെ കണ്ടിരിക്കുന്നു. ദൈവം ഈശായുടെ മക്കളിൽ ആരാണെന്നൊന്നും പറഞ്ഞില്ല. അവൻ്റെ തലയിൽ തൈലക്കൊമ്പ് തൈലം ഒഴിച്ച് അവനെ രാജനായിട്ട് അഭിഷേകം ചെയ്തു.
പ്രിയ മക്കളെ, അവൻ രാജനായെങ്കിലും അവൻ നേരെ പോയത് എങ്ങോട്ടാണ്? കാട്ടിലേക്കാണ്, ആടുകളെ മേയ്ക്കാൻ. ആ സമയത്ത് അവൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിക്കുവാൻ സിംഹവും കരടിയും എല്ലാം വരുമ്പോൾ എല്ലാവരും ദാവീദേ ഓടിക്കോ ഓടിക്കോ എന്നൊക്കെ പറയും. ആ സമയത്ത് അവരെല്ലാം ഓടി മരത്തിൻ്റെ മണ്ടയിലും അവിടെ ഇവിടെ എല്ലാം കയറും. കരടിയും സിംഹവും വരുന്ന കാണുമ്പോൾ ഇവന് അവൻ്റെ അപ്പൻ്റെ ആടിനെ പിടിക്കാതിരിക്കാൻ അതിനെ ഓടിച്ച് അതിനെ വലിച്ചു കീറി അവൻ്റെ അപ്പൻ്റെ ആടിനെ അവൻ രക്ഷിച്ചു. പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ തൈലം അവൻ്റെ തലയിൽ വീണു. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ദൈവത്തിൻ്റെ തൈലം വീണെങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ ശക്തി കിട്ടത്തുള്ളൂ. നമുക്ക് നീതി ന്യായവും തിരിച്ചറിവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ന്യായത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സുബോധം വരണമെന്ന് വരിൽ ആ ദൈവത്തിൻ്റെ തൈലം നമ്മുടെ മേലിൽ വീഴണം. അവൻ്റെ മേലിൽ വീണു. അവൻ ഭയങ്കര ശക്തിയുള്ളവനായി തീർന്നു. ഒടുവിൽ അവൻ നല്ല രാജനായി തീർന്നു, രാജാവായി തീർന്നത് നമുക്ക് നോക്കാം. സങ്കീർത്തനം 51:10 ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം സ്ഥിരമായ ഒരു ആത്മാവിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവൻ രാജനായി തീർന്നു. അവൻ രാജനായി കഴിയുമ്പോൾ രാജസ്ഥാനത്ത് അവന് നിർമ്മല ഹൃദയത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അവനൊരു രാജനായിരുന്നിട്ടും അവന് നിർമ്മല ഹൃദയം വേണം. അവൻ നിർമ്മല ഹൃദയത്തോടെ ജീവിക്കണമെന്ന് ദൈവത്തോട് അവൻ അപേക്ഷിക്കുകയായിരുന്നു. കഷ്ടമുള്ള വിഷയമാണ് രാജാക്കന്മാർ നിർമ്മല ഹൃദയത്തോടെ ജീവിക്കുന്നത്. സ്വല്പ കഷ്ടമുള്ള കാര്യമാണെങ്കിലും അവൻ്റെ ജീവിതത്തിലും സ്വല്പ തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ തെറ്റുകൾ അവൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ് 51 സങ്കീർത്തനം. എന്നാൽ അവൻ അനുതപിച്ച് പ്രാർത്ഥിച്ച്, അതുപോലെ അവൻ അനുതപിച്ച് പ്രാർത്ഥിച്ചു. അവൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയെങ്കിലും അവൻ അനുതപിച്ച് പ്രാർത്ഥിച്ചു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ കുറവോ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? അനുതപിച്ച് പ്രാർത്ഥിക്കണം. അവൻ അനുതപിച്ച് പ്രാർത്ഥിച്ചതാണ് 51 സങ്കീർത്തനം. നിർമ്മല ഹൃദയത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഹൃദയശുദ്ധിയോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ പ്രാർത്ഥിച്ച് വേറൊരു വ്യക്തിയെ നമുക്ക് നോക്കാം. ദാനിയേൽ 6:21-22 സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കളങ്കമില്ലാത്തവനും നിർദോഷിയും തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഞാൻ തിരുമുമ്പിലും കർത്താവിൻ്റെ സന്നിധിയിലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. രാജാവിൻ്റെ മുമ്പിലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ദാനിയേലാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിലെ ദാനിയേൽ നല്ല നിർമ്മല ഹൃദയമുള്ളവനായി നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ രാജാവ് ഏൽപ്പിച്ച ജോലികളെല്ലാം അവൻ അവിടെ ചെയ്തിരുന്നു. ഈ കൂടെ ജോലി ചെയ്തിരുന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ കക്കുവാനോ മോഷ്ടിക്കുവാനോ ലഞ്ച തിന്നുവാനോ ഇന്നോരുത്തരുടെ മുമ്പിൽ കൈനീട്ടുവാനോ ഒന്നും സാധിക്കാതെ വന്നു. കാരണം ഇവൻ പരിശുദ്ധ ഹൃദയത്തോടെയാണ്, നിർമ്മല ഹൃദയത്തോടെ, ശുദ്ധിയുള്ള ഹൃദയത്തോടെയാണ് ഇവൻ ജോലി ചെയ്യുന്നത്. ദാനിയേൽ. ഇപ്പം ഈ കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഇവനോട് ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യമാണ്. ബാബേൽ രാജ്യത്തു നിന്നും കൂട്ടിക്കൊണ്ടുവന്ന ഈ മനുഷ്യൻ ഭയങ്കര നിർമ്മല ഹൃദയത്തോടെ ജോലി ചെയ്യുന്നു.
ഞങ്ങൾക്കൊന്നും കക്കാനോ മോഷ്ടിക്കാനോ പറ്റുന്നില്ല ഉള്ളെന്നുള്ള ഇതിൽ ഇവനോട് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. കാരണം ഇവൻ 3 ആവർത്തി ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ എത്ര പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട്? ഒരു ദിവസം കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. 5 പ്രാവശ്യമാണ് പ്രാർത്ഥിക്കേണ്ടത്. കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ല. ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ 3 പ്രാവശ്യം ദാനിയേല് ഇസ്രയേലിൻ്റെ വസ്തോട്ടെ കതകും തുറന്നിട്ട് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവനിൽ ഇതേ ഒരു കുറ്റം കണ്ടുപിടിക്കാനുള്ളത് ഇവൻ്റെ കൂടെ ജോലി ചെയ്തവരെല്ലാം തീരുമാനിച്ചു. ഇവനെ എന്തെല്ലാം നോക്കിയിട്ട് ഇവനിലൊരു ചെറിയ കുറ്റം പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ ഒരു വിഷയമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടെ ഒരു തീരുമാനമെടുക്കാം. രാജാവിന് വേണ്ടി 30 ദിവസം പ്രാർത്ഥിക്കണം. 30 ദിവസം പ്രാർത്ഥിക്കണം. ഇവൻ പ്രാർത്ഥിക്കുകയല്ലെന്നുള്ളത് ഇവർക്കെല്ലാം അറിയാം. അങ്ങനെ ഒരു രാജകൽപ്പന തീരുമാനപ്പെടുത്തി മുദ്രയുമാക്കി പേപ്പറുകളിൽ എല്ലായിടത്തും അയച്ചു. എല്ലാവരും തമ്പുരു, വീണ, നാഗസ്വരം എല്ലാം മുഴങ്ങുമ്പോൾ എല്ലാവരും മുട്ടുകുത്തി രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവൻ മാത്രം പ്രാർത്ഥിച്ചില്ല. ആര്? ദാനിയേൽ പ്രാർത്ഥിച്ചില്ല. കാരണം നമ്മളൊരു മനുഷ്യനോട് എന്ത് പ്രാർത്ഥിക്കാനാണ്? നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം, അഖിലാണ്ട സൃഷ്ടിതാവായ ദൈവം, രാജാതിരാജനായ ദൈവം ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യന് വേണ്ടി എന്തിനു പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ അവൻ പ്രാർത്ഥിച്ചില്ല. അത് ഇവർ വന്ന് കണ്ടുപിടിച്ചിട്ട് രാജാവിനോട് പോയി പറഞ്ഞു, രാജാവേ, രാജകൽപ്പന ലംഘിക്കരുത്. ഇവൻ നിങ്ങൾ ബാബേൽ രാജ്യത്തു നിന്നും കൊണ്ടുവന്ന ദാനിയേല് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അപ്പോഴത്തേക്ക് രാജാവിന് ഭയങ്കര ദുഃഖമായി. അവൻ ആ രാജ്യത്ത് കാലിട്ടപ്പോൾ, അവൻ ആ അരമനയിൽ കാലിട്ടപ്പോൾ ആ അരമനയ്ക്ക് ആശീർവാദവും അനുഗ്രഹവുമായി. രാജാവിനും അനുഗ്രഹമായി. രാജാവിന് ഈ ദാനിയേലിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ രാജാവിനെ സിംഹത്തിൻ്റെ കൂട്ടിലിടണമല്ലോ എന്ന് വിചാരിച്ച് വളരെയധികം ഇവനെ രക്ഷിക്കാൻ നോക്കിയിട്ട് ആൾക്കാർ സമ്മതിച്ചില്ല. ഒടുവിൽ കാലും കയ്യും കെട്ടി രാജാവിന് ഭയങ്കര ദുഃഖമായിരുന്നു. നീ സേവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് രാജാവ് അവനോട് പറഞ്ഞു. അവനെ കയ്യും കാലും കെട്ടി അവനെ എവിടേക്കിട്ടു? സിംഹത്തിൻ്റെ കൂട്ടിലേക്കിട്ടു. പ്രിയ മക്കളെ, സിംഹത്തിൻ്റെ കൂട്ടിൽ അവൻ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കൂടെ പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്ത് ലാളിക്കുന്നത് പോലെ, സന്തോഷിക്കുന്നത് പോലെ സിംഹത്തിൻ്റെ കൂടെ നടക്കുകയും സിംഹത്തിൻ്റെ മേത്ത് ഇവിടെ കൈ ഓടിക്കുകയും ചെയ്ത് അവൻ നല്ല രീതിയിൽ അന്ന് രാത്രി നല്ല കമ്പിളിപ്പുറത്ത് കിടന്നുറങ്ങുന്ന പോലെ സിംഹത്തിൻ്റെ കൂടെ കിടന്നുറങ്ങി. രാജാവിന് ഉറക്കം വരുന്നില്ല. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് ദാനിയേലിൻ്റെ കൂടിൻ്റെ അടുത്ത് ചെന്ന് സിംഹത്തിൻ്റെ കൂടിനടുത്ത് ദാനിയേലിനെ വളരെ ദുഃഖശബ്ദത്തോടെ കരഞ്ഞു വിളിക്കുന്ന പോലെ രാജാവ് വിളിക്കുകയാണ്. ഉടനെ ദാനിയേൽ പറയുന്ന വാക്കാണ് സിംഹങ്ങൾ എനിക്ക് കേട് വരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കളങ്കമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ ജീവിക്കുകയും പരിശുദ്ധ ഹൃദയത്തോടുകൂടെ ജീവിക്കുകയും നിർമ്മല ഹൃദയത്തോടുകൂടെ നീ ജീവിക്കുകയും ചെയ്താൽ നീ ഏത് കാടിൻ്റെ നടുവിൽ പോയാലും, നീ ഏത് സിംഹത്തിൻ്റെ നടുവിൽ പോയാലും, നീ ഏത് പാമ്പിൻ്റെ നടുവിൽ പോയാലും, നീ എവിടെ പോയെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇനി ഒരു വാക്യം നമുക്ക് നോക്കാം. സങ്കീർത്തനം 24-ാമത്തെ വാക്യം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും
ഉള്ളവൻ ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോടെ നീതിയും പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കൈ എങ്ങനെയുള്ള കൈയായിരിക്കണം? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. നമ്മൾ നിർമ്മല ഹൃദയമുള്ളത്. ദാവീദ് നിർമ്മല ഹൃദയത്തോടുകൂടെ ജീവിച്ചു. ദാനിയേല് നിർമ്മല ഹൃദയത്തോടുകൂടെ ജീവിച്ചു. അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്നു 24-ാം അധ്യായത്തിലെ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോടെ നീതിയും പ്രാപിക്കും. ഈ സങ്കീർത്തനം പറയുന്നത് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ആർ കയറുമെന്നാണ്. ആർ കയറും. അതായത് ദൈവത്തോടുകൂടെ വസിക്കണമെങ്കിൽ ഈ ലോകത്തിലും ആ ലോകത്തിലും നമ്മൾ കപടമില്ലാത്തവരും നിഷ്കളങ്കരും നിർമ്മല ഹൃദയവും ഉള്ളവരും കപടമില്ലാത്തവരുമായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം അത് മാത്രമാണ്. നമ്മൾ കപട ഹൃദയം ഉള്ളവരായിരിക്കരുത്. നിർമ്മല ഹൃദയത്തോടും പരമാർത്ഥ ഹൃദയത്തോടും. അതുപോലെ തന്നെ നമ്മൾ യാതൊരു കാരണവശാലും നമ്മൾ ദൈവസന്നിധിയിൽ ചേരണമെങ്കിൽ നമ്മൾ നിർമ്മല ഹൃദയത്തോടുകൂടെ ജീവിക്കണം. പരിശുദ്ധ ഹൃദയത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. അതുപോലെ തന്നെ സങ്കീർത്തനം 32-ാം അധ്യായം 2-ാം വാക്യം, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ കപടം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കപടമില്ലാത്തവരായി നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ ജീവിക്കുന്നവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്ക് പഴിക്കുകയും ദൂഷിക്കുകയും നിന്ദിക്കുകയും അതുപോലെ തന്നെ കുച്ചുമ്പ് കുന്നായ്മയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ കപടമില്ലാത്ത നിഷ്കളങ്ക ഹൃദയമായി ജീവിക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത്. അവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ ഭാഗ്യവന്തരാണ്. ഒരു കണക്ക് നോക്കിയാൽ നമ്മൾ കപടമില്ലാത്ത നിഷ്കളങ്ക ഹൃദയരായി ജീവിക്കുന്നവർക്കാണ് ദൈവത്തിൽ നിന്നും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അനുഗ്രഹം ലഭിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം കിട്ടണമെന്ന് വരികില്ലേ, നമ്മൾ കപടമില്ലാതെ നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല ഹൃദയത്തോടെ നമ്മൾ ജീവിക്കണം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യം അതിൽ സ്വല്പം വായിക്കാം. ഹേ സകല കപടവും സകല ധൂർത്തം നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവനീതിയുടെയും ശത്രുവെ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലേ. ഇവിടെ കപടമുള്ള ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നു. അവനെ പൗലോസ് വിളിക്കുന്നത് സാത്താൻ്റെ മകനെ എന്നാണ്. കാരണം കപട ഹൃദയത്തോട് ജീവിക്കുന്നത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. സാത്താൻ്റെ മകൻ എന്നാണ് നമ്മൾ കപട ഹൃദയമുള്ളവർ സൈത്താൻ്റെ മക്കൾ, സാത്താൻ്റെ മക്കൾ എന്നാണ് ഈ വാക്യത്തിൽ കാണുന്നത്. നമ്മൾ നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല ഹൃദയത്തോടും നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ. നമ്മൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ജീവിക്കണം, നിർമ്മല ഹൃദയത്തോടെ ജീവിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. നമ്മൾ ഒരു കാരണവശാലും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 21-ും 22-ാമത്തെയും വാക്യം, നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ഹൃദയം ശരിയോ തെറ്റോ എന്ന് പരീക്ഷിച്ച് നോക്കുന്ന ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എവിടെ ഇരുന്നാലും എല്ലാം ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യൻ കർത്താവിൻ്റെ വരങ്ങളെ പൈസയ്ക്ക് മേടിക്കാനായിട്ട് ചെല്ലുകയാണ്, പൈസയ്ക്ക് മേടിക്കാൻ. അന്നേരം പത്രോസ് പറയുകയാണ്,
നിന്റെ പൈസ നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അയ്യോ, ഉടനെ അവന് പറയുകയാണ്, എനിക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും പറഞ്ഞ് അവൻ കേടുവീണ് അപേക്ഷിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നമ്മൾ പൈസയ്ക്ക് കിട്ടുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. നമ്മൾ പ്രാർത്ഥിച്ച് മേടിക്കണം, കരഞ്ഞു പ്രാർത്ഥിച്ച് മേടിക്കണം. നമ്മൾ ഹൃദയശുദ്ധിയോടെ ജീവിക്കണം, പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കണം. വചനം എന്നിലും നമ്മൾ ദൈവത്തിലും വസിക്കണം. എങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപകളും വരങ്ങളും നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല ദൈവത്തിൻ്റെ കൃപകളും വരങ്ങളും. ദൈവത്തിൻ്റെ കൃപകളും വരങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച് മേടിക്കണം. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യം, നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. നഥനയേൽ വരുന്നത് കണ്ട് യേശു അവനെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് ഇവനിൽ കപടമില്ല എന്ന്. പ്രിയ സഹോദര സഹോദരി, നമ്മളെ നോക്കിക്കൊണ്ട് ദൈവം പറയുമോ, ഇവളിൽ കപടമില്ല, ഇവനിൽ കപടമില്ല, ഇവൻ യഥാർത്ഥമായി എൻ്റെ മകളാണ്, യഥാർത്ഥമായി എൻ്റെ മകനാണെന്ന് ദൈവം പറയണം. അങ്ങനെ വേണം നമ്മൾ ജീവിക്കുവാൻ. കർത്താവ് നീ എന്നെ, ഉടനെ നഥനയേൽ യേശുവിനോട് ചോദിക്കുവാണ്, കർത്താവെ നീ എന്നെ എവിടെ വെച്ച് കണ്ടുവെന്ന് ചോദിച്ചു. നീ ആ അത്തിയുടെ കീഴിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നമ്മൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർമ്മല ഹൃദയത്തോടെ, ഹൃദയശുദ്ധിയോടുകൂടെ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ കാണണമെന്ന് വരികിൽ, ദൈവത്തെ കാണണമെന്ന് വരികിലും, ദൈവരാജ്യത്തിൽ ചെല്ലണമെന്ന് വരികിലും, സ്വർഗരാജ്യത്തിൻ്റെ അംഗമായി തീരണമെന്ന് വരികിലും നമ്മൾ എങ്ങനെ ജീവിക്കണം? ഹൃദയശുദ്ധിയോടെ ജീവിക്കണം. അങ്ങനെ ഹൃദയശുദ്ധിയോടെ ജീവിച്ചാൽ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ അംഗമായി തീരുവാനായിട്ട് സാധിക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ വാക്യങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ നടന്ന ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു. കാരണം 12 വർഷമായിട്ട് ആ സ്ത്രീ കഷ്ടപ്പെടുകയാണ്. 12 വർഷമായിട്ട് കഷ്ടപ്പെടുന്നു. എന്നോട് പറയുന്നു, കരഞ്ഞുകൊണ്ട് പറയുന്നു, ആ ഭാര്യയും ഭർത്താവും 7 ലക്ഷം രൂപ ഖർച്ച് ചെയ്തെന്ന്. അവർ പോകാത്ത ദേശങ്ങളൊന്നുമില്ലെന്ന് പറയുന്നു. ഒടുവിൽ ആരോ ഇവരോട് കഴിഞ്ഞ ദിവസം പൈസ എല്ലാവരുടെ കയ്യിലെ തീർന്നു. പാവങ്ങളാണ് അവർ. കഴിഞ്ഞ ദിവസം അവരോട് ആരോ പറഞ്ഞു, ഇങ്ങനൊരു സഭയുണ്ട്, അവിടെ പോയാൽ അവിടെ ഒരു ആൻറ്റി ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരെ 2 പേരും തേടിപ്പിടിച്ചു വന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുകയും യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ അഡവിദ്യ മുട്ടകുത്തി പ്രാർത്ഥിച്ച്, ഞാൻ ജീവിക്കുന്നെങ്കിൽ ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കും, മരിക്കുന്നെങ്കിൽ ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി മരിക്കും തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. 2 പേരും അതുപോലെ തീരുമാനമെടുത്തു. ഞാൻ അവരെ 2നെയും കൈകൂപ്പിപ്പിടി, ഞാൻ പ്രാർത്ഥന പറഞ്ഞു തരാമെന്നും പറഞ്ഞ് അവർക്ക് പ്രാർത്ഥന അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ത്രീ അടിച്ച് തല്ലി താഴെ വീണു. ഒറ്റ ഉരുളിച്ച പള്ളിയുടെ അങ്ങ് ലാസ്റ്റ് വാതിൽ വരെ ഉരുണ്ടു. അവിടെ വാതിൽ വരെ ഉരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി വെളിയിലേക്ക് പോകരുത്, അവിടെ നീ മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്താൻ പറഞ്ഞിട്ട് മുട്ടുകുത്തത്തില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, അവിടെ തന്നെ കിടന്നോണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെ എല്ലാവരും കൂടെ ആ സ്ത്രീക്ക് വേണ്ടി, വെള്ളിയാഴ്ചയായിരുന്നു, ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് അവിടുന്ന് ഒറ്റ ഉരുളിച്ചിൽ ഞങ്ങൾ ഇരുന്ന സ്ഥലത്തേക്ക് ഉരുണ്ട് വന്ന ഉടനെ മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്താൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തി കൈകൾ ഉയർത്താൻ പറഞ്ഞു. മടിക്കുക, കൈ ഉയർത്ത കൈ എന്ന് പറഞ്ഞു. ഉയർത്തി കൈ. അവിടുന്ന് കൂപ്പി പിടിക്കാൻ പറഞ്ഞു. കൂപ്പി പിടിച്ചു.
ഉടനെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ 3 പ്രാവശ്യം നിലത്തടിച്ചു തല്ലി നിനക്ക് എത്ര ശക്തിയുണ്ടോ അത്രയും ശക്തി വിളിച്ചു പറഞ്ഞോണം, കർത്താവേ ഞാൻ ഇവിടെയും ഇവിടെ കുടുംബത്തെയും വിട്ടുപോക്കോളാം യേശുവേ എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞ് കാറി കരഞ്ഞുരുണ്ട് വീണ് അവിടെ കിടന്ന് 10 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റ് എന്നോട് പറയുന്നു, എൻ്റെ ശരീരത്തിൽ നിന്ന് ഭയങ്കര ഭാരം പോയെന്ന്. 12 വർഷം കഷ്ടപ്പെട്ട് 12 ദേശങ്ങളിൽ അവർ പോകാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത ദേശമില്ല. 7 ലക്ഷം രൂപ ഖർച്ച് ചെയ്തെന്ന് പറയുന്നു. പാവങ്ങൾ 7 ലക്ഷം രൂപ. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അവർ നല്ലതായി. വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നത്. ഞായറാഴ്ച വന്ന് എന്നെ കണ്ട് പ്രാർത്ഥിപ്പിച്ച് യാതൊരു കുഴപ്പമില്ല, സുഖമായിട്ട് ഉറങ്ങുന്നെന്ന് പറയുന്നു. പ്രിയ മക്കളെ, നിങ്ങൾക്ക് എന്ത് കഷ്ടമുണ്ടെങ്കിലും മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പറയുക. വേദനയുള്ള ഭാഗത്ത് ഒരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. ഹല്ലേലൂയ, സ്തോത്ര 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 സ്തോത്ര. കരുണാസമ്പന്നൻ നിത്യരുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തും ആയിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പ നീ അവരെ അനുഗ്രഹിക്കണമേ. ആരും നശിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ, തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. കർത്താവെ, എത്രയോ ജനങ്ങൾ സമാധാനമില്ല, സന്തോഷമില്ലാതെ കർത്താവെ വീട്ടിലും ആശുപത്രികളിലും ICUവിലും വെന്റിലേറ്ററിലുമായി കഴിയുന്നല്ലപ്പ. അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ. പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. സ്വർഗത്തിൽ പോകാൻ ഒരു വഴി തെളിയിക്കണമേ കർത്താവെ. നീ കൈവിടല്ലപ്പ കർത്താവെ. എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ. വയറ്റുവേദന, പുറത്തുവേദന, തലവേദന, മുട്ടുവേദന ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുള്ള യേശുക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ, നീ അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ സുവിശേഷം 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. ഈ കർണാടക സ്റ്റേറ്റിനോട് നീ ഇടപെടണമേ, ഇന്ത്യ ദേശത്തോട് നീ ഇടപെടണമേ കർത്താവേ. അപ്പ എല്ലാ മക്കളെയും എല്ലാ സഭകളെയും നീ അനുഗ്രഹിക്കണമേ. എവിടെയെല്ലാ സഭകളിൽ കഷ്ടങ്ങൾ നടക്കുന്നപ്പ നീ അവരോട് ഇടപെടണമേ അപ്പ, നീ ഇടപെടണമേ അപ്പ, കൈവിടല്ലപ്പ. എത്രയോ ജനങ്ങൾ ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ലാതെ കഴിയുന്നപ്പ. അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ. മക്കളുടെ വിവാഹം നടക്കാതെ എത്രയോ അമ്മമാർ കരയുന്നു കർത്താവേ. അവരുടെ വിവാഹം നടക്കുവാൻ നീ സഹായിക്കണമേ കർത്താവേ. അതുപോലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. വീട് പണി പൂർത്തിയാക്കാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ. കടഭാരത്താൽ കഷ്ടപ്പെടുന്നുണ്ട്, കടഭാരം മാറ്റിക്കൊടുക്കണമേ കർത്താവേ. അപ്പാ, നീ കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയും ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.